നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മനുഷ്യന്റെ ജിജ്ഞാസയുടെയും സാങ്കേതിക മുന്നേറ്റത്തിൻ്റെയും പ്രതിഫലനമാണ് ബഹിരാകാശ പര്യവേഷണങ്ങൾ. വിദൂര ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാം കുറിച്ച് പഠിക്കുവാൻ നാം അയക്കുന്ന പേടകങ്ങൾ പ്രപഞ്ചത്തിലൂടെ അതിവേഗം സഞ്ചരിച്ച് പുതിയ വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഈ ലേഖനത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പാർക്ക് സോളാർ പ്രോബ്. പ്രപഞ്ചത്തിലെ തന്നെ മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ വെച്ച് നിലവിൽ ഏറ്റവും അധികം വേഗമേറിയത് നാസയുടെ പാർക്ക് സോളാർ പ്രോബിനാണ്. സൂര്യന്റെ കൊറോണയെയും സൗരവന്ധത്തെയും കുറിച്ച് പഠിക്കുവാനായി 2018 വിക്ഷേപിച്ച ഈ പേടകം സൂര്യനോട് അടുക്കുമ്പോൾ അതിൻ്റെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് അതിശയകരമായ വേഗത കൈവരിക്കുന്നു. 2024 ജൂൺ 29 കണക്കനുസരിച്ച് ഈ പേടകം ഏകദേശം 6,35,266 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് സ്വന്തം റെക്കോർഡ് തന്നെയാണ് തകർത്തിരിക്കുന്നത്. സൂര്യന്റെ അങ്ങേയറ്റം ചൂടേറിയ അന്തരീക്ഷത്തെ പ്രതിരോധിക്കുവാനായി ഇതിന് പ്രത്യേക താപകവചം ഘടിപ്പിച്ചിട്ടുണ്ട്. പാർക്ക് സോളാർ പ്രോബിന്റെ ഈ അതിശയകരമായ വേഗതയെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വാഷിംഗ്ടൺ DC-യിൽ നിന്നും നമുക്ക് ടോക്കിയോയിലേക്ക് 1 മിനിറ്റിനുള്ളിൽ യാത്ര ചെയ്യുന്നതിന് തുല്യമാണിത്. സൂര്യൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കുന്നതിന് ഈ പേടകം വലിയ പങ്ക് വഹിക്കുന്നു. മറ്റു വേഗതയേറിയ ബഹിരാകാശ പേടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാർക്കർ സോളാർ പ്രോബ് തന്നെയാണ് വേഗതയേറിയതെങ്കിലും വേഗതയിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റു ചില മനുഷ്യനിർമ്മിതമായ വസ്തുക്കളുമുണ്ട്. അവയിലൊന്നാണ് ഹീലിയോസ് 2 പ്രോബ്. സൂര്യന്റെ അടുത്തേക്ക് അയച്ച മറ്റൊരു പേടകമാണ് ഹീലിയോസ് 2. മണിക്കൂറിൽ ഏകദേശം 2,52,792 കിലോമീറ്റർ വേഗതയിൽ ഇത് സഞ്ചരിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് ജൂണോ ബഹിരാകാശ പേടകം അഥവാ ജൂണോ സ്പേസ് ക്രാഫ്റ്റ്. വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാനായി നാസ അയച്ച ജൂണോ പേടകം മണിക്കൂറിൽ 2,65,542 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട്. വോയേജർ 1 and 2. സൗരയൂഥത്തിന് പുറത്തേക്ക് സഞ്ചരിച്ച ആദ്യ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് വോയേജർ 1 and 2 പേടകങ്ങൾ. ഇവ രണ്ടും ഇപ്പോൾ അന്തർഗോളീയ ബഹിരാകാശത്തിലൂടെ അഥവാ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വോയേജർ 1 മണിക്കൂറിൽ ഏകദേശം 62,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ പേടകങ്ങൾ അവയുടെ ഭൂരിഭാഗം വേഗതയും ലഭിച്ചത് ഗുരുത്വാകർഷണത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോളോ 10 കമാൻഡ് മോഡ്യൂൾ. ഭൂമിയുടെ ഉപരിതലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന വേഗത കൈവരിച്ച മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ ഒന്നാണ് അപ്പോളോ 10 കമാൻഡ് മോഡ്യൂൾ. മണിക്കൂറിൽ ഏകദേശം 39,900 കിലോമീറ്റർ വേഗതയിലാണ് ഇത് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയുണ്ടായത്. ഈ പേടകങ്ങളുടെ എല്ലാം വേഗത കേവലം ഒരു റെക്കോർഡ് നേട്ടത്തിന് എന്നതിലുപരി ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ബഹിരാകാശ ദൂരങ്ങൾ വളരെ വലുതായതുകൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനും ഡാറ്റ കൃത്യമായി ശേഖരിക്കുവാനും വേഗത വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പഠിപ്പിക്കുവാനായി അവയുടെ സമീപത്തേക്ക് പോകേണ്ടതും അത്യാവശ്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ അസാധാരണമായ വേഗം കൈവരിക്കുവാനായി ഈ പേടകങ്ങൾക്ക് കഴിയുന്നുണ്ട്. മനുഷ്യന്റെ ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുവാനും പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മളെ നയിക്കുവാനും സഹായിക്കുന്നു. ഭാവിയിൽ ഇതിലും വേഗതയേറിയ നൂതനമായ പേടകങ്ങൾ പ്രപഞ്ചത്തിന്റെ കൂടുതൽ രഹസ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് ആവരണം ചെയ്യാൻ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.